എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, മുടി ഇങ്ങനെ വളർത്തിയിട്ട് പല പല മോഡലുകളിൽ മുടിയും വളർത്തിയിട്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, അതാ നിന്റെ മുടിയിൽ ചായം തേച്ചിട്ട് അല്ലാഹുവേ നടക്കുന്ന യുവത്തവേ, നിന്നെ കണ്ടാ മുസ്ലിമാണെന്ന് പറയുമോടാ ചെറുപ്പക്കാരാ? നിന്നെ കണ്ടാ മുസ്ലിമാണെന്ന് പറയൂ? ഒരു മുസ്ലിമിന്റെ കോലം അങ്ങനെയല്ലല്ലോ, ഒരു മുസ്ലിമിന്റെ രീതി അങ്ങനെയല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, താടിയില്ലാതെ നടക്കുന്ന വാപ്പാ, താടി ഒരു ശിആറാണല്ലോ, ഇസ്ലാമിന്റെ ശിആറാണല്ലോ താടി. പടച്ചവനെ ഇന്ന് ക്ലീൻ ഷേവ് ചെയ്തിട്ട് നടക്കുന്ന 50 വയസ്സുള്ള വാപ്പാ, നീ ഒരു മുസ്ലിമാണോ? നീ ഒരു മുസ്ലിമാണോ? നിനക്കറിയുവോ നീ എങ്ങനെയാണ് നാളെ പടച്ചവന്റെ കോടതിയിൽ വരുന്നതെന്നറിയുവോ? അല്ലാഹുവേ, മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരികയാ, നീ നല്ല കോലത്തിലല്ല വാപ്പാ, ക്ലീൻ ഷേവ് ചെയ്തിട്ട് നടക്കുന്ന സഹോദരാ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരുന്ന രംഗം വളരെ മോശമാ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, ഈമാൻ ഉറപ്പിക്കടാ പൊന്നുമോനെ. വയലിന്റെക്കാർ എവിടെ വയലുണ്ടെങ്കിലും ബൈക്കിൽ വരുന്ന ചെറുപ്പക്കാരാ, എന്തേടാ നിന്റെ മുടി നിനക്ക് നേരെ വെട്ടാൻ കഴിയാത്തത്? എന്തേ നിന്റെ കോലം ഇങ്ങനെയായി പോയത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ ബദറിന്റെ രണാങ്കണത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ നബിയുടെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ആരാ കടന്നു വരുന്നത്? ഉമൈർ റളിയല്ലാഹു തആല അൻഹു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, വല്ലാത്ത വിശപ്പാണ് നബിയേ, വയറ്റത്ത് പരന്ന കല്ല് കെട്ടി വെച്ചിരിക്കുന്നു നബിയേ, എനിക്ക് വിശക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, സഹാബാ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ സഹാബാ? നിങ്ങളുടെ ആരുടെയും കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ സഹാബാ? ഏതോ ഒരു സഹാബി ഒരു ഈത്തപ്പഴം എടുത്തു കൊടുത്തു, ഒരു കാരക്ക എടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുത്തു. നബി എന്തേ ചെയ്തെന്നറിയുവോ? ആ കാരക്ക ഇങ്ങനെ കീറുകയാണ്. പടച്ചവനെ, അതാ 3-4 ഭാഗമായിട്ട് ആ കാരക്ക ഇങ്ങ് കീറിയിട്ട് അതിലെ ഒരു അംശം എടുത്തിട്ട് ഉമൈർ റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനായ സഹാബിയുടെ കയ്യിലേക്ക് തിന്നാൻ കൊടുക്കുകയാ. അല്ലാഹുവേ, ഒരൽപ്പം കാരക്കയുടെ അംശം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സഹാബാ. ആരെങ്കിലും ഇന്നിവിടെ ശഹീദായാൽ അവർക്ക് സ്വർഗമുണ്ട് സഹാബാ. മുത്തുനബി അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെയ്തതെന്തെന്നറിയോ? വിശന്ന് തളർന്നിരുന്ന ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ കയ്യിലിരിക്കുന്ന കാരക്കയുടെ ഒരംശം എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു, മുത്തുനബിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. യാ റസൂലല്ലാഹ്, ഇത് ഉമൈറിന് വേണ്ട നബിയേ, ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കു നബിയേ. സ്വർഗത്തിൽ പോകുന്ന ഉമൈറിന് എന്തിനാ കാരക്ക? സ്വർഗത്തിൽ പോകുന്ന ഉമൈറിന് എന്തിനാ കാരക്ക? എനിക്കൊരൽപ്പം സമയം പോലെ, ഇത് കഴിക്കാറുള്ള സമയം പോലെ എനിക്കിവിടെ നിൽക്കാൻ മനസ്സില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് രണാങ്കണത്തിലേക്ക് കടന്നുപോയെന്ന് ചരിത്രം പറയുമ്പോ, ഇതൊക്കെ നിനക്ക് പഠിക്കാനാടാ ചെറുപ്പക്കാരാ, ഇതൊക്കെ നിനക്ക് പഠിക്കാനാണ് പെങ്ങള്. അതുകൊണ്ട് നിങ്ങളുടെ ഈമാൻ പ്രകാശിപ്പിക്കണോ? നിങ്ങളുടെ മുഖത്ത് പ്രകാശം വേണോ? അതിനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? റബ്ബനാ ലാ
تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة അല്ലാഹുവേ എന്റെ ഈമാൻ നീ ഉറപ്പിച്ചു തരണേ അല്ലാഹ് എന്ന് നീ ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ ഈമാൻ ചൈതന്യമുള്ളതാക്കണമെങ്കിൽ, നമ്മുടെ ഈമാൻ പ്രകാശിക്കുന്ന ഈമാനാക്കണമെങ്കിൽ, മരിക്കുന്ന സമയത്ത് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പ്രകാശിക്കുന്ന മുഖത്തോടെ മരിച്ചു കിടക്കണമെങ്കിൽ നീ അള്ളാഹുവിനോട് ദുആ ചെയ്. സ്വർഗം താ അല്ലാ എന്ന് ചോദിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, നല്ല മരണം താ അല്ലാ എന്ന് ചോദിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ചോദിക്കുന്നതിന്റെ ഇടയിൽ നീ ഒരു ദുആ കൂടെ വർദ്ധിപ്പിക്കണം. അല്ലാഹുവേ എന്റെ ഈമാനിൽ വർദ്ധനവ് തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഒരു നല്ല ഈമാൻ പറ അല്ലാഹു. എല്ലാവരും നല്ലൊരു ആമീൻ പറഞ്ഞ് അല്ലാഹു നമ്മുടെ ഈമാനിൽ വർദ്ധനവ് നൽകുമാറാകട്ടെ. അല്ലാതെ പടച്ചവനെ എൻ്റെ ജോലിയിൽ ബറക്കത്ത്, എൻ്റെ സമ്പത്തിൽ ബറക്കത്ത്, എൻ്റെ വീട്ടിൽ ബറക്കത്ത്, എൻ്റെ മക്കളിൽ ബറക്കത്ത്, എൻ്റെ ആരോഗ്യത്തിൽ ബറക്കത്ത്, എൻ്റെ ആയുസ്സിൽ ബറക്കത്ത്, എൻ്റെ ആരോഗ്യത്തിൽ ബറക്കത്ത്, ഇങ്ങനെ മാത്രം ദുആ ചെയ്താൽ പോരാ. ഇതൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നുകൂടെ ചോദിക്കണം, അല്ലാഹുവേ എൻ്റെ ഈമാൻ കൂടെ നീ വർദ്ധിപ്പിച്ചു തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. രണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള, നമ്മുടെ ഈമാൻ പ്രകാശിപ്പിക്കാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ? അസ്വാബിഖൂന ബിൽ ഖൈറാത്ത്. എന്റെ പ്രിയമുള്ളവരെ, ഒരു നല്ല കാര്യം പറയപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ മുന്നിൽ ഒരു നല്ല കാര്യം പറയപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാന്, മറ്റാരെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യണമെന്ന ആഗ്രഹത്തോടെ അല്ലാഹുവേ അതാ എനിക്ക് ചെയ്യണമെന്ന് വാശി പിടിച്ചുകൊണ്ട് ഒന്നാമത് തന്നെ എനിക്ക് ചെയ്യണമെന്ന ആഗ്രഹത്തോടെ അത് ചെയ്യാൻ തയ്യാറാകുന്ന മനുഷ്യ ഈമാൻ വർദ്ധിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, നിസ്കാരത്തിന്റെ കാര്യമാകട്ടെ, നോമ്പിന്റെ കാര്യമാകട്ടെ, സദഖയുടെ കാര്യമാകട്ടെ, ദിക്റുകളുടെ കാര്യമാകട്ടെ, ഏതെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ പടച്ചവനെ അത് ആദ്യം എനിക്ക് ചെയ്യണം, ആദ്യം എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമനാകാൻ മത്സരിക്കുന്ന മുസ്ലിമേ, അതെല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല, അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? എന്റെ അബൂബക്കറിന്റെ ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ചു, എന്നിട്ട് ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെ ഈമാൻ എടുത്ത് മറ്റേ ത്രാസിൽ വെച്ചു. എങ്കിൽ ആരാണ് ജയിക്കുന്നതെന്നറിയോ? എന്റെ അബൂബക്കർ ജയിക്കുമോ സഹാബാ? ലോകത്തുള്ള സർവരുടെയും ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ചാൽ എന്റെ അബൂബക്കറാണ് വിജയിക്കുന്നതെന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞത് വെറുതെയല്ല. അങ്ങനെയായിരുന്നു അബൂബക്കർ തങ്ങളുടെ ജീവിതം. അങ്ങനെയാ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എടുത്തുകൊണ്ട് വാ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബികൾ മുഴുവൻ തന്റെ വീടുകളിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് തന്റെ വീടിനകത്ത് അവരുടെ കൊല സമ്പാദിച്ചു വെച്ചതിൽ നിന്ന് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അവർ കൊണ്ടുവന്ന് സദഖ കൊടുക്കുകയാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ചിന്തിച്ചു, ഏത് കാര്യത്തിനും അബൂബക്കറാണ് മുന്നിൽ, ഏത് കാര്യം പറഞ്ഞാലും അബൂബക്കറാണ് ഒന്നാമനാകുന്നത്, അബൂബക്കറാണ്. പടച്ചവരെ, ഒരിക്കലെങ്കിലും എനിക്കും വിജയിക്കണമെന്ന് തമ്പുരാന്, ഒരിക്കലെങ്കിലും എനിക്ക് അബൂബക്കറിന്റെ മുന്ന് പരാജയപ്പെടുത്തണമെന്ന് തമ്പുരാന്. മഹാനായ ഉമർ തങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരികയാണ്. അതുകൊണ്ട് ചെയ്തതെന്തെന്നറിയോ? തന്റെ സമ്പാദ്യത്തിന്റെ നേർപകുതി എടുക്കുകയാ, തന്റെ സമ്പാദ്യത്തിന്റെ നേർപകുതി എടുത്തു.
ഹദ്റത്ത് റസൂലുള്ളാഹ് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു. പ്രവാചകൻ ചോദിക്കുന്നു, ഉമറേ, ഇനി എന്താണ് നിന്റെ വീട്ടിലുള്ളത്? യാ റസൂലല്ലാഹ്, എന്റെ സമ്പാദ്യത്തിന്റെ പകുതിയും ഇവിടെ കൊണ്ടുവന്ന് തന്നു നബിയേ. തന്റെ സമ്പാദ്യത്തിന്റെ പകുതിയും കൊണ്ടുവന്നു കൊടുത്തു. ഉമർ തങ്ങളെ കാത്തു നിൽക്കുകയാണ്. അബൂബക്കർ തങ്ങൾ വരുന്നതും കാത്ത്, അബൂബക്കർ വരുന്നതും കാത്ത് ഉമർ തങ്ങൾ കാത്തു നിൽക്കുകയാ. എല്ലാവരും വന്നു. അവസാനം വരുന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. നിങ്ങൾ ഓടി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്ന് നിൽക്കുകയാണ്. അബൂബക്കറിന്റെ മറുപടി കേൾക്കാൻ തന്റെ കയ്യിലുള്ളത് കൊണ്ട് വന്ന മുത്തുനബിയുടെ മുന്നിൽ കൊണ്ട് വെച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അബൂബക്കറേ, ഇനി വീട്ടിലെന്ത് ബാക്കിയുണ്ട് അബൂബക്കറേ? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവും അവന്റെ പ്രവാചകനും ഉണ്ട് നബിയേ. അല്ലാഹുവും അവന്റെ റസൂലുമല്ലാതെ ഇനി എന്റെ വീടിന്റെ അകത്തൊന്നുമില്ല. വീടിന്റെ അകത്തുള്ളത് മുഴുവനും ഞാൻ തന്ന നബിയേ എല്ലാം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാ. അവര് മനസ്സാടാ ചെറുപ്പക്കാരാ, അവര് മനസ്സാടാ ചെറുപ്പക്കാരാ. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, എന്റെ അബൂബക്കറിന്റെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോകുമെന്ന്. അതാ തോറ്റതാരാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലൗകാന നബിയ്യുന ഉമർ ഇബ്നുൽ ഖത്താബ്, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന് മുത്തുനബി പോലും പറഞ്ഞ ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പോലും തോറ്റുപോയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, മത്സരിച്ചത് അതിനു വേണ്ടിയായിരുന്നടാ ചെറുപ്പക്കാരാ. അവര് മത്സരിച്ചത് അതിനു വേണ്ടിയായിരുന്നു, നല്ലത് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയുമല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നൊരു സ്വഹാബി ഇറങ്ങി ഓടുകയാണ്. എല്ലാ ദിവസവും പടച്ചവനെ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ദിക്റുകളും ദുആകളും ചെയ്യാറില്ല. ഒരു സ്വഹാബി ഇറങ്ങി ഓടുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ കാഴ്ച ഇങ്ങനെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ എല്ലാ ദിവസവും പള്ളിയിൽ നിന്ന് അതാ ഒരു സ്വഹാബി ഇറങ്ങി പോകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഈ കാഴ്ച കുറേ ദിവസം കൊണ്ട് കാണുന്നുണ്ട്. അവസാനം ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അബൂ ദുജാരാ, എന്തേ നീ പള്ളിക്കകത്ത് നിന്ന് വെപ്രാളത്തിൽ ഓടുന്നത്? നിനക്കൊന്നും അല്ലാഹുവോട് ചോദിക്കാറില്ലേ? നിനക്ക് ദുആ ചെയ്യാറില്ലേ? പറയാനൊന്നുമില്ലേ അബൂ ദുജാരാ? എന്തിനാണ് നീ വെപ്രാളത്തിൽ എന്നും ഇങ്ങനെ എഴുന്നേറ്റ് ഓടുന്നതെന്ന് ലോകത്തിന്റെ നേതാവ് ചോദിക്കുമ്പോ അബൂ ദുജാര റളിയല്ലാഹു തആല അൻഹു പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊരു പാവപ്പെട്ടവനാണെന്നറിയുമല്ലോ നബിയേ, എന്റെ കുടുംബ പശ്ചാത്തലങ്ങൾ അറിയുമല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയുകയാണ്, നബിയേ, ഞാൻ ഓടുന്നത് എന്തിനെന്നറിയോ? എന്റെ അയൽവാസിയുടെ വീട്ടിൽ ഈന്തപ്പന മരമുണ്ട് നബിയേ, അതിന്റെ ഒരു ഭാഗം എന്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുകയാ. അല്ലാഹുവേ, അതിന് ഈത്തപ്പഴം പാകമായി നിൽക്കുകയാണ്. രാത്രി അതിലെ പഴങ്ങൾ എന്റെ വീടിന്റെ മുന്നിൽ വീഴാറുണ്ട്. അല്ലാഹുവേ, എന്റെ മക്കളെങ്ങാണം വെളിയിലിറങ്ങി വരുമ്പോ ഈന്തപ്പഴങ്ങൾ കണ്ടാൽ അവര് വിശപ്പ് കാരണം എടുത്ത് കഴിച്ചു പോകുമല്ലോ. യാ റസൂലല്ലാഹ്, എന്റെ മക്കൾ ഹറാമ് തിന്നുമല്ലോ, എന്റെ മക്കൾ ഹറാമ് തിന്നുമല്ലോ. ഹറാമ് തിന്നാ സർവ്വ അമലുകളും പൊടിഞ്ഞു പോകുമല്ലോ. അവന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് നബിയേ, സുബഹി നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് എന്റെ മക്കൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈത്തപ്പഴങ്ങളെല്ലാം പറക്കിയിട്ട് എന്റെ അയൽവാസിയുടെ വീടിന്റെ പറമ്പിലിടാൻ ഓടുന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ
പ്രവാചകനോട് അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു സഹാബ ആരാണ് അയൽവാസിയാരാ? അബൂ ദുജാനയുടെ അയൽവാസിയാരാ? അല്ലാഹുവിന്റെ പ്രവാചകനോട് തിരക്കുകയാണ്, മുത്തുനബി എവിടെന്ന് തിരക്കുകയാണ്. അവസാനം ആ മനുഷ്യനെ കൊണ്ടുവന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. പ്രവാചകൻ ആ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ വീടിന്റെ യഥാ അബൂ ദുജാനയുടെ വീടിന്റെ മുറ്റത്ത് വീടുന്ന രീതിയിൽ നിന്റെ വീട്ടിൽ ഒരു ഈന്തപ്പനം മരം നിൽക്കുന്നുണ്ടല്ലോ, ആ മരം എനിക്ക് നൽകിയാൽ സ്വർഗത്തിൽ 10 ഈത്തപ്പഴം ഞാൻ നിനക്ക് തരാ. സ്വർഗത്തിൽ 10 ഈത്തപ്പഴം മരം നിനക്ക് ഞാൻ തരാ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. പക്ഷേ ആ മനുഷ്യനൊരു മുനാഫിക്കായിരുന്നു, അവനൊരു മുനാഫിക്കായിരുന്നു. അവൻ പറഞ്ഞു, നബിയേ ഈന്തപ്പന മരം വിൽക്കാൻ ഞാൻ തയ്യാറാണ് നബിയേ. ല്ല വേണ്ടത്, എനിക്ക് രൊക്കമായിട്ട് വേണം നബിയേ. എനിക്ക് 10 മരം ഇവിടെ തന്നാൽ, ഈ ദുനിയാവിൽ 10 മരം എനിക്ക് നൽകിയാൽ എന്റെ ഒരു മരം ഞാൻ തരാ നബിയേ. അല്ലാതെ സ്വർഗത്തിൽ എനിക്ക് 10 മരം കിട്ടിയിട്ട് കാര്യമില്ല. ആ മുനാഫിക്കായ മനുഷ്യൻ പറയുമ്പോ സഹാബികളുടെ ഇടയിൽ ഇരുന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഇവിടെയും ഒന്നാമനാണ്. അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി അബൂബക്കർ. അബൂബക്കറിനെ കുറിച്ച് മുത്തുനബി പറഞ്ഞത് വെറുതെയല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, സ്വർഗത്തിലെ 10 മരം എനിക്ക് തരുവോ? യാ റസൂലല്ലാഹ്, ഈ മനുഷ്യനെ കൊടുക്കാമെന്ന് പറഞ്ഞ സ്വർഗത്തിലെ 10 മരം എനിക്ക് തരുവോ? ഇവന് വേണ്ട 10 മരം ഞാൻ കൊടുക്കാറുകയോ, ഇവന് വേണ്ടത് ഞാൻ കൊടുക്കാം. ദുനിയാവിലെ 10 മരം ഞാൻ കൊടുക്കാം. എനിക്ക് സ്വർഗത്തിലെ 10 മരം തരുവോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരാമെന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചു തന്റെ ഈന്തപ്പന തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞതെന്തെന്നറിയോ? എനിക്ക് സ്വർഗത്തിൽ 10 മരം തന്നവരാ, നിനക്ക് ഇതിനകത്ത് വേണ്ടതെടുത്തോ, ഇതിനകത്ത് ഏത് മരം വേണമെങ്കിലും നീ എടുത്തോ, എനിക്ക് സ്വർഗത്തിലെ 10 മരം മതിയെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ മത്സരവാടാ, എനിക്ക് വേണം, ഒന്നാമത് എനിക്ക് ചെയ്യണം, എന്റെ ഈമാൻ എനിക്ക് വർദ്ധിപ്പിക്കണം, എന്റെ ഈമാൻ എനിക്ക് പ്രകാശിപ്പിക്കണം. മത്സരമായിരുന്നു, മത്സരമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകരുടെ നല്ല കാര്യം പറഞ്ഞാൽ അത് ചെയ്യാ സ്വഹാബത്തിന് വല്ലാത്ത ഉത്സാഹമാ. അവരാരും അമ്പാനിമാരായിരുന്നില്ല, കോടിക്കണക്കിന് ആസിയുള്ളവരായിരുന്നില്ല, ഏക്കറകണക്കിന് ജാഗയുള്ളവരായിരുന്നില്ല, ലക്ഷങ്ങൾ ലോക്കറിൽ വെച്ചവരായിരുന്നില്ല. എനിക്കടക്കാ സ്വന്തമായിട്ടൊരു വീടില്ലാത്തവർ, ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമില്ലാത്തവർ, തന്റെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ലാത്ത സഹാബത്ത് വെള്ളത്തിൽ പങ്കുകൊടുക്കാൻ തയ്യാറായപ്പോ എന്തിനാ ചെറുപ്പക്കാരോ അല്ലാഹുവേ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ സക്കറാത്തിന്റെ അവസ്ഥയിൽ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചിട്ട് മരണത്തോട് വെച്ചുകൊണ്ട് കിടക്കുമ്പോ വെള്ളത്തിന് വേണ്ടി യാചിക്കുകയാ. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി സക്കറാത്തിന്റെ അവസ്ഥയിൽ രണാങ്കണത്തിൽ കിടന്ന് പിടയുമ്പോ പടച്ചവനെ ഒരു സ്വഹാബി വെള്ളവുമായി ഓടി വന്നു. മരിക്കാൻ കിടക്കുന്ന സ്വഹാബിയുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോ അടുത്ത് കിടന്നൊരു സ്വഹാബി ചോദിക്കുകയാ, എനിക്കിത്തിരി വെള്ളം തരുവോ, എനിക്കിത്തിരി വെള്ളം തരുവോ? ആ മരിക്കാൻ കിടക്കുന്ന സ്വഹാബി പറഞ്ഞതെന്തെന്നറിയോ? എന്നെക്കാളും ആവശ്യം ആ മനുഷ്യനാ, എന്നെക്കാളും ആവശ്യം ആ സഹാബിക്കാ. പെട്ടെന്ന് കൊണ്ടുകൊടുക്ക്. സഹാബി വര്യന് വെള്ളവുമായിട്ട് കൂടുകയാണ്. രണ്ടാമത്തെ സഹാബി മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന സഹാബി ആ സഹാബിയുടെ വായിലേക്ക് വലിക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാ പോകുമ്പോ മൂന്നാമൻ കിടന്ന് വിളിക്കുകയാ,
അതീരണാങ്കണത്തിലെ മൂന്നാമതൊരു സഹാബി വെള്ളത്തിന് വേണ്ടി യാചിക്കുകയാണ്. പടച്ചവനെ, ഈ സഹാബി പറഞ്ഞ് എന്നെക്കാളും ആവശ്യക്കാരനാ സഹാബിയാണ്. വെള്ളവുമായിട്ട് ഓടുമ്പോ അതാ മൂന്നാമത്തെ സഹാബിയുടെ ചാരത്ത് ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, സഹാബിയങ്ങ് മരിച്ചുപോയി. ആ സഹാബിയങ്ങ് മരിച്ചുപോയി. വെള്ളവുമായിട്ട് ഒന്നാമന്റെ മുന്നിലോടി. അവിടെ ചെല്ലുമ്പോൾ ആ സഹാബിയും മരിച്ചു. രണ്ടാമത്തെ സഹാബിയുടെ അടുക്കൽ പോയി. രണ്ടാമത്തെ സഹാബിയും മരിച്ചു. 3 പേരും മരിച്ചു കിടക്കുന്നു. തന്റെ കയ്യിൽ നിന്ന് വെള്ളം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാ. മോനെ, ഇതായിരുന്നടാ നിന്റെ മുൻഗാമികളുടെ ചരിത്രം. ഇങ്ങനെയായിരുന്നു.